പ്ലാനും പദ്ധതിയും പാളിപ്പോയി. തമ്പാനൂരിൽ നിന്ന് രാത്രി 10:10 എരുമേലി വഴി കുമളിയിലേക്കുള്ള ബസ്സിൽ ഞങ്ങൾ കയറിയത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ പോകുന്നത് പഴനിയിലേക്കാണ്. അപ്പോൾ അയ്യപ്പന്മാരൊക്കെ ഉള്ള ഒരു ബസ്സിലാണ് എരുമേലി വഴി പോകുന്നത് കൊണ്ട് വണ്ടിപ്പെരിയാറൊക്കെ ഇറങ്ങാനുള്ള അയ്യപ്പസ്വാമിമാരുണ്ട്. ആക്ച്വലി ഞാൻ ഇൻട്രോ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ബസ്സിൻ്റെ ശബ്ദവും അയ്യപ്പസ്വാമിമാരുടെ ശരണവിളിയൊക്കെ കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. തമ്പാനൂരിൽ നിന്ന് ബസ് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നത് കരടിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ AVTയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് കണ്ടു. അപ്പോൾ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നമുക്ക് ഈ നേരിട്ട് തോട്ടങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന മായം ചേരാത്ത പ്രോഡക്റ്റ്സൊക്കെ ഇവിടെ കിട്ടും. കുറച്ചൊരു വില കൂടുതലൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സാധനങ്ങളാണ് ഇവിടുന്ന് ലഭ്യമാവുന്നത്. ഇവിടെ ലഭ്യമായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തേക്കുന്നത്. വെളുപ്പംകാലം ഒരു 3:30 ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ. ഈ ബസ്സിൽ KSRTC സ്വിഫ്റ്റിലാണ് പോയത്. യാത്രയ്ക്ക് നല്ല സുഖമാണ് ഈ ബസ്. ബാക്കിൽ സീറ്റായിരുന്നു, എന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയതേയില്ല. അതിന് കാരണം ഈ നാഷണൽ ഹൈവേ 183 അതെന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. യാത്ര ചെയ്യാൻ ഏത് രാത്രി ആയാലും യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് നമ്മളെ ഫിസിക്കലി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന തരത്തിലല്ല. അപ്പം ഞാൻ അവിടുന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ചു. അത് ചായ കുടിച്ചു. ആ ചായ അത്യാവശ്യമായിരുന്നു ആ തണുപ്പൊന്ന് മാറാൻ. പിന്നെ അടുത്തുള്ള 1-2 കടകളിൽ കയറിയിട്ട് ഗ്രാമ്പു, പെപ്പർ, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീണ്ടും ബസ്സിൽ കയറി. ഏകദേശം ഞങ്ങൾ ഒരു 4:10 ആയപ്പം കുമളി ചെക്ക് പോസ്റ്റിലെത്തി. അപ്പോൾ ഈ കുമളി ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം വേറെ ആരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയ ബസ്സിലും പെയറായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനോട് ഞാൻ ചോദിക്കുകയാണ്, തേനി ബസ് ഇവിടുന്ന് കിട്ടുമോ, പളനിക്ക് ബസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് പളനിക്ക് ബസ് കിട്ടത്തില്ല, ഇവിടുന്ന് തേനിക്ക് പോകണം. തേനിക്ക് പോകാനുള്ള ബസ് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പുറത്ത് ബസ് ഉണ്ടാവും, അവിടുന്ന് നിങ്ങൾക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. പോലീസുകാർ നല്ല സഹകരണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അവിടെയും പോലീസ് ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. കുമളിയെക്കുറിച്ച് പറയുമ്പം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് കുമളി. അപ്പോൾ ഈ കുമളി എന്ന് പറയുന്നത് ആപ്പിൾ എന്നാണ് ഈ ഒരു പദത്തിൻ്റെ അർത്ഥം. ഏകദേശം 2890 അടി ഉയരത്തിൽ, 880 മീറ്റർ ഉയരത്തിലാണ് ശരിക്കും കുമളി സ്ഥിതി ചെയ്യുന്നത്. ഈ കുമളിയിൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലാണ് എപ്പോഴും പ്രശ്നമുള്ള ഈ ഒരു മംഗളാദേവി ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം മധുര ദേശീയപാത 183 ഇതുവഴി കടന്നു പോകുന്നത്. അപ്പം ഈ 183 ദേശീയപാത കുറച്ചും കൂടെയൊക്കെ ഒന്ന് നന്നാക്കാനുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വഴി കുറച്ചും കൂടെ ഒന്ന് സ്മൂത്താവും. ഓൾറെഡി സ്മൂത്താണ്, നല്ല വഴിയാണ്, നല്ല കാഴ്ചകളുള്ള ഒരു എന്താ പറയുക, പ്രകൃതി ഒരുക്കിയ ഒരു ക്യാൻവാസ് പോലെയാണ് കുമളിയിൽ നിന്ന് അങ്ങോട്ട് തേനിയിലേക്കുള്ള യാത്രയും തിരിച്ച് ഇങ്ങോട്ട് വണ്ടിപ്പെരിയാർ, എരുമേലി അങ്ങോട്ടുള്ള യാത്രയൊക്കെ വളരെ മനോഹരമാണ്. പ്രകൃതി ഒരുക്കിയ ഒരു ക്യാൻവാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുമളിയിൽ നിന്ന് തേനിയിലെത്തിയപ്പം ഏകദേശം ഒരു 6:10 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ അന്വേഷിച്ചു പഴനിക്കുള്ള ബസ് എപ്പോഴാണ്. അപ്പോൾ അവർ പറഞ്ഞു 6:15. തൊട്ടപ്പുറത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എത്ര മണിയാവും പഴനിയിലെത്താനെന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞ് 3 മണി നേരമെന്ന്. ആ സത്യത്തിൽ എനിക്ക് 3 മണി നേരം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ 3 മണി നേരം എന്ന് പറയുന്നത് 3 അവേഴ്സിനെയാണെന്നുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സമയം കൃത്യം 6:15 ആയപ്പോൾ തന്നെ ബസ് വന്നു. നല്ല അടിപൊളി ബസ്സായിരുന്നു. ഇരുന്ന് യാത്ര ചെയ്താൽ ഒന്നും അറിയില്ല. റോഡാണെങ്കിലോ പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് 6:15 ആയപ്പം ഞങ്ങൾ ബസ്സിൽ കയറി. നല്ല യാത്രയായിരുന്നു, നല്ല റോഡ്, വളരെ മനോഹരം, പറയാതിരിക്കാൻ വയ്യ. തമിഴ്നാടിനെ ഈ കാര്യത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ. തേനിയിൽ നിന്ന് യാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം. ആ സൂര്യോദയം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ പകർത്തിയെടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടപ്പോൾ ഇരിക്കുന്ന സൈഡൊന്നും നോക്കിയില്ല, അത് പകർത്തുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ ആ വിളഞ്ഞു നിൽക്കുന്ന വയലിൽ ഏൽക്കുന്ന സമയത്തുള്ള കാഴ്ച, രാവിലത്തെ തണുപ്പ്, അവിടെയുള്ള ജനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് പുതുമയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കൗതുകത്തോട് കൂടിയിട്ട് എല്ലാം ആസ്വദിച്ച് ആണ്, അതായത് ചെറിയ കുട്ടികൾ കാഴ്ച കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. കൂടുതലും ചെറിയ വീടുകളാണ്.
ചെറിയ വീടുകൾ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് ആ വീടുകളെ അവർ നന്നായിട്ട് പരിപാലിക്കുന്നു. ഒന്നിലവർ കുറവ് കാണുന്നില്ല, നല്ല രീതിയിലാണ് പരിപാലിച്ചു പോരുന്നത്. ഈ കാഴ്ചകളൊക്കെ വളരെ സ്പീഡിൽ ബസ് പോകുന്നതുകൊണ്ട് എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ പകർത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് ഈ പശ്ചിമഘട്ട മലനിരകളാണ്. ഇപ്പോൾ കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ശരിക്കും ഈ പശ്ചിമഘട്ടമാണ്. ഇപ്പോൾ കേരളത്തിൽ നല്ല മഴ ലഭിക്കുമ്പം തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണവും പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടത്തിന് കീഴിൽ ജലസേചന സൗകര്യങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട്, കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ കൃഷിയിൽ ഇത്ര സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള തമിഴരുടെ മനസ്സും അവരുടെ ഒരു അധ്വാനശീലവും അത് പ്രശംസനീയമാണ്. പിന്നെ ഇവിടുത്തെ റോഡ് സൈഡുകളിലൊക്കെ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വേപ്പും പുളിമരവുമാണ്. അപ്പോൾ വേപ്പായാലും പുളിയായാലും മാർക്കറ്റിൽ എല്ലാ സമയത്തും ഡിമാൻഡുള്ള 2 സാധനങ്ങളാണ്. അതുമാത്രമല്ല, ജനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനും അതിലൂടെ വരുമാനം കണ്ടെത്താനൊക്കെ സാധിക്കും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണെങ്കിൽ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. ആളുകൾക്ക് അവരുടെ ജീവിതമാർഗം കണ്ടെത്താൻ ഇതിലൂടെയൊക്കെ സാധിക്കുമല്ലോ. പിന്നെ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ തെങ്ങ്, ആ തെങ്ങ് പരിപാലിച്ചിരിക്കുന്ന തെങ്ങിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രമാത്രം തെങ്ങിന് വളമൊക്കെ ഇട്ട് തെങ്ങിൻ്റെ തടമൊക്കെ തുറന്ന് അത് ആ തെങ്ങിൻ്റെ വളർച്ച ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും വ്യക്തമായിട്ട്, അവർ തെങ്ങ് പരിപാലിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. പിന്നെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ തെങ്ങിലൊക്കെ നിറയെ തേങ്ങ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാം കൊണ്ടും നല്ലതാണ്, നല്ല കാഴ്ച. തേനിയിൽ നിന്ന് പഴനിക്ക് 50 രൂപയാണ് ബസ് ചാർജ്. അപ്പോൾ 50 രൂപ കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തും. കാരണം അത്ര സ്പീഡിലാണ് ബസ് പോകുന്നത്. അതിന് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇത്രയും അഡ്വാൻസ് ആയതുകൊണ്ടാണ്. പിന്നെ ഒരു ലാഗൊന്നും നമുക്ക് തോന്നിയില്ല ബസ്സിലിരുന്നപ്പോൾ. പിന്നെ തമിഴ്നാടിൻ്റെ തെരുവുകൾ, രാവിലെ തന്നെ കോലം പോട്ട തെരുവുകൾ, ചാണകം മെഴുകിയ ഉമ്മറങ്ങൾ, അതൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. എന്നിരുന്നാലും എനിക്ക് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് വീടിൻ്റെ മുന്നിലാണ് ഈ ഒരു അഴുക്കുചാലുള്ളത്. ഇപ്പോൾ ഈ അഴുക്കുചാൽ അങ്ങ് തുറന്ന് കിടക്കുകയാണ്. അത് മാത്രമല്ല അതിന് താഴ്ച കുറവാണ്. അപ്പോൾ ഇത്തിരിയും കൂടെ ഒക്കെ ഒന്ന് താഴ്ചയിലാക്കി അതിനൊരു സ്ലാബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലീനും ആവും. അതുമാത്രമല്ല, ഇത് കണ്ടോ, ആ ആഴക്കുറവിൻ്റെ ആ ഒരു അപാകതയാണത്. അപ്പം അത്തരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് താഴ്ചയിൽ ഡ്രൈനേജ് സിസ്റ്റം കൂടെയൊക്കെ വന്നാൽ അത് നല്ലതായിരിക്കും. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൽ റോഡ് പണി ഇന്ന് ഫിനിഷ് ചെയ്താൽ നാളെ തന്നെ പൈപ്പ് ലൈനിൻ്റെ ആളുകൾ അത് കുഴിച്ചു വെക്കും. പിന്നെ എന്താണ്, ഓരോ ഇങ്ങനെ ഹമ്പായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഏതായാലും ഈ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടില്ല. തമിഴ്നാട്ടിലുള്ളത് വളരെ നീറ്റാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് തലേ ദിവസത്തെ ചവറുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചവറ് കാണേണ്ടതാണ്. അതുകൊണ്ട് ക്ലീനാണ് സിറ്റിയൊക്കെ. കാര്യക്ഷമമായിട്ട് ചോളം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തമിഴ്നാടിനുണ്ട്. കൂടാതെ പഞ്ചാബ്, ഹരിയാന, ബംഗാൾ, ഉത്തർപ്രദേശിലൊക്കെയാണ് ചോളം കൃഷി വ്യാപകമായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും കൂടുതലായിട്ട് ചോളം കൃഷി ഉള്ളത് അമേരിക്കൻ ഐക്യനാടുകളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ചോളം കൃഷിയിൽ അല്ലെങ്കിൽ ചോളം ഉൽപ്പാദനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു സ്റ്റേറ്റ് തമിഴ്നാടാണ്. എല്ലാ തരം കൃഷിക്കും യോജിച്ച ഒരു ഭൂപ്രകൃതി തന്നെയാണ് തമിഴ്നാടിനുള്ളത്. അത് തമിഴർ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ വെജിറ്റബിൾസിനായാലും ഫ്രൂട്ട്സിനായാലും നമ്മളുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം പഴനിയോട് അടുത്തെത്തി. തേനിയിൽ നിന്ന് പഴനിയിലേക്ക് 2 മണിക്കൂറാണുള്ളത്. അപ്പോൾ ഈ 2 മണിക്കൂർ യാത്ര വളരെ സ്പീഡിലാണ് പോകുന്നത് ബസ്. യാത്ര നമുക്ക് മടുക്കേയില്ല. മാത്രമല്ല ബസ്സിൻ്റെ ആ സിറ്റിങ്ങും അതൊക്കെ നല്ല കംഫർട്ടാണ്. തേനിയിൽ നിന്ന് പഴനിയിലേക്ക് ഒരാൾക്ക് 100 രൂപയാണ് ബസ് ചാർജ്. രാവിലെ 8:57 ആയപ്പോൾ പഴനിയിലെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. രാവിലെ ആയിരുന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു ടൗണിൽ. അവിടെ നിന്ന് ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ കണ്ടതിൻ്റെ പരിചയത്തിൽ ദണ്ഡപാണി ക്വാർട്ടേഴ്സ്, അപ്പോൾ ഈ ദണ്ഡപാണി ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് പഴനി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന്, ഞങ്ങൾക്ക് കൂടുതൽ ദിവസമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന് തൊഴുതിട്ട് ഈവനിങ് തന്നെ തിരിച്ചു വരാനുള്ള പ്ലാനായിരുന്നു.
റൂം അന്വേഷിച്ച് ദണ്ഡപാണി റൂം ബുക്കിംഗ് ഏരിയയിൽ അവിടെ ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ ഇത്തിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ നല്ല റൂമാണ്, വളരെ അഫോർഡബിളാണ്. 300 രൂപ എന്തുള്ളൂ റൂമിന്. പിന്നെ കൊടുക്കുമ്പോൾ നമ്മൾ 600 രൂപ കൊടുക്കണം. തിരിച്ച് നമ്മൾ വരുമ്പോൾ 300 രൂപ നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ ആദ്യം നമ്മുടെ ആധാറോ അല്ലെങ്കിൽ കല്യാണ ഫോട്ടോ ഒക്കെ കയ്യിൽ വേണം, ജെന്യൂൻ ആണെന്ന് അവർക്ക് തോന്നണം. അപ്പോൾ അവർ നമ്മൾക്ക് റൂം തന്നു. ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു സറൗണ്ടിങ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല നീറ്റാണ്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ആ കാണുന്നതാണ് പഴനിമല. അപ്പോൾ പഴനിമലയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ക്വാർട്ടേഴ്സിന് വേറെ വേറെ ഇല്ലങ്ങളായിട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങൾ കാർത്തികേയൻ ഇല്ലത്തിലാണ് താമസിച്ചത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് വേറെ ഒരു ടീം മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവർ പീലിക്കാവടി എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു, അവരെയൊക്കെ നോക്കി. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഫ്രഷായി ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോയി കുട്ടികൾക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. അങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് അവിടെ തെരുവിൽ ഇങ്ങനെ മാങ്ങ വിൽക്കുമല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു 20 രൂപ കൊടുത്ത് മാങ്ങ വാങ്ങിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ കണ്ണൂർ പറശ്ശിനിക്കടവിൽ ചെല്ലുന്ന സമയത്ത് മാത്രമാണ് ക്യാഷിന് ഇത്തിരി ഒരു കുറവുള്ളത്. ബാക്കി പത്മനാഭസ്വാമി ക്ഷേത്രം ആവട്ടെ, ബാക്കി എല്ലായിടത്തും റൂമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാണ്. അതുമാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഒന്നും കീഴിൽ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉള്ളതായിട്ട് അറിയേയില്ല. അപ്പോൾ ആ കണക്കിന് ഈ തമിഴ്നാടിനൊക്കെ നമ്മൾ മാതൃകയാക്കണം ശരിക്കും. കാരണം പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് 300 രൂപയ്ക്ക് നല്ല സൗകര്യങ്ങളുള്ള ഒരു റൂം, എല്ലാ സൗകര്യങ്ങളുള്ള ഒരു റൂമായിരുന്നു. പിന്നെ പഴനി ക്ഷേത്രത്തിൽ അവിടെ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ 10 രൂപേൻ്റെ ക്യൂ ഉണ്ട്, പിന്നെ 100 രൂപ ക്യൂ, അങ്ങനെ ക്യൂ ഉണ്ട്. എന്നാലും നമ്മൾ 10 രൂപയുടെ ക്യൂവിൽ നിന്നാണ്. ഒരു കാർത്തിക മഹോത്സവത്തിൻ്റെ കാപ്പുകെട്ട് മഹോത്സവമൊക്കെ ആയിട്ട് അവിടെ കുറച്ച് തിരക്കായിരുന്നു. എന്നാലും ആ 10 രൂപ ക്യൂവിൽ നിന്ന് ഏകദേശം ഒരു 11:30 ആകുമ്പോൾ പഴനിയിൽ സ്റ്റെപ്പൊക്കെ കയറി കോവിലിൽ കയറി അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ട് ഒരു വെങ്കടേശ്വര ഹോട്ടലിൽ സാധാരണ നമ്മൾ മലയാളി ഊണായിരുന്നു. ഊണും കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചൊരു ഭക്ഷണം എന്ന് പറയുന്ന ഉച്ചത്തെ ഊണ് മാത്രമാണ്. അപ്പോൾ രാത്രി വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ 10:10 ഇവിടുന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അങ്ങനെ ഭക്ഷണത്തിന് ചിലവൊന്നും വന്നില്ല. തിരിച്ച് ഞങ്ങൾ രാത്രി ഒരു 7:15 ബസ്സിനാണ്, അത് നേരെ തിരുവനന്തപുരത്തേക്ക് ഉള്ളതായിരുന്നു. അത് പഴനി സ്റ്റാൻഡിൽ നിന്ന് 15ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ബസ് കയറിയത്. അപ്പോൾ ആ ബസ്സിൽ താരതമ്യേന അങ്ങോട്ട് പോയതിനേക്കാളും കുറച്ചുകൂടി ക്യാഷ് കുറവായിരുന്നു. തിരിച്ച് മൂന്നാർ വഴിയാണ് ഞങ്ങൾ വന്നത്. തമ്പാനൂരിലേക്ക് നേരിട്ട് ബസ് കിട്ടി. ഈ ട്രെയിനിൽ വരുന്ന ആളുകളാണെങ്കിലും സുഖമാണ്. ഈ പഴനി സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരു 2 മിനിറ്റ് നടന്നാൽ ദണ്ഡപാണി ക്വാർട്ടേഴ്സിലേക്ക് എത്തും. അപ്പോൾ പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷക്കാരൊക്കെ വില പേശുമെങ്കിലും അതിലൊന്നും കയറേണ്ട കാര്യമില്ല, നടന്നാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് അവർ കൂടെയുള്ള പുരുഷന്മാരെയൊക്കെ ക്യാഷിന് വേണ്ടിയിട്ട് വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൂടുതൽ പൈസയൊക്കെ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് പഴനിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഇത് പഴനി റെയിൽവേ സ്റ്റേഷനാണ്. തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന അമൃത എക്സ്പ്രസ് രാവിലെ 6:52 ആകുമ്പം ഇവിടെ എത്തും. അതുപോലെ തന്നെ തിരിച്ച് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 6 മണിക്കും 6 മണി ഒരു 6:30 ആകുമ്പം ട്രെയിനുണ്ട്. അപ്പോൾ അതിന് തിരിച്ചു വന്നാൽ രാവിലെ 4:55 ആകുമ്പോൾ നമുക്ക് തമ്പാനൂർ എത്താനും സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്